എല്ലാവർക്കും നമസ്കാരം. 2024 ഫിസിക്സ് ബോർഡ് പേപ്പറിൻ്റെ അനാലിസിസ് പാർട്ട് 3 ആണ്. ഇപ്പോൾ പാർട്ട് 1 and 2 നമ്മൾ ആദ്യത്തെ 3 സെക്ഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് 4th സെക്ഷനാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ 4 ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 22 to 25. 4 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും എനി 3. ഓക്കെ, ദെൻ ഈച്ച് ക്യാരീസ് 4 സ്കോർസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. സെക്ഷൻ 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഡയഗ്രാം വിത്ത് പ്രോപ്പർ മാർക്കിംഗ് ഓഫ് ഡയറക്ഷൻ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കറിയാം, തന്നിരിക്കുന്നത് കണ്ടാലേ നമുക്കറിയാം ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് അല്ലേ. അപ്പം അത് മാർക്ക് ചെയ്യാനും ഓൾറെഡി അറിയാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, സോ എ ആൻസർ ഓഫ് പാർട്ട് എ, positive charge, then negative charge here. ആദ്യം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് അല്ലേ. പോസിറ്റീവ് ടു നെഗറ്റീവ്. അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ചെയ്തു, ഡയറക്ഷൻസ് മാർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പാർട്ട് എയിൽ. ഇനി പാർട്ട് ബി. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി at a point from an infinitely long straight conductor carrying charge. Okay, അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കൊണ്ട് ഒരു പോയിന്റിൽ അല്ലെ, ഒരു ഡിസ്റ്റൻസിൽ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഗോസസ് ലോ വെച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കാം. ഓക്കെ, പാർട്ട് ബി. ഇപ്പം എന്ത് ചെയ്യാം, ഒരു ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ എടുക്കാം. Positively charged, infinitely long straight wire. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് അല്ലേ. ഗോസസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാം. സോ ഒരു ഗോസിയൻ സർഫസ് നമുക്ക് എന്ത് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 6 ആയിട്ട് എടുക്കാം. പിന്നെ ഇവിടെ പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഏരിയ വെക്ടർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർഫസിലൂടെയുള്ള ഏരിയ വെക്ടർ ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി ഇതിലൂടെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഇതിലൂടെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗോസസ് ലോ നമുക്കറിയാം. നമ്മളിങ്ങനെയാണ് ഗോസസ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗോസസ് ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദ ഫ്ലക്സ് ത്രൂ എ കർവ്ഡ് സർഫസ് ഓർ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ഇങ്ങനെയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഗോസസ് ലോ പ്രകാരം
ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഗോസസ് ലോ അല്ലേ. അപ്പൊ നമുക്കിവിടെ 3 സർഫസ് ഉണ്ട്. അത് കർവ്ഡ് സർഫസും പിന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ത്രൂ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസിൽ നമ്മൾ ഇ ഡോട്ട് ഡി എസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇ ഡോട്ട് ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എസ് എടുക്കുമ്പോൾ ത്രൂ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ്. അപ്പോൾ ഇവിടെ ഞാൻ 1ഉം ഇവിടെ 2 സർഫസ് 2നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും 1 and 2 ഇ ഡോട്ട് ഡി എസ് എന്ത് വരും? ഇയും ഡി എസ് കണ്ടോ, ഈ ഡയറക്ഷനിലാണ് സർഫസ് വെക്ടർ ഏരിയ വെക്ടർ വരുന്നത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിലോ ഇന്റൻസിറ്റി വെക്ടർ ഈ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡി എസ് എന്ന് പറയുമ്പോൾ ഈ ഡി എസ് കോസ് 90 വരും. ഈ ഡി എസ് കോസ് 90 എന്താവും? 0 ആവും. ഈ ഡി എസ് കോസ് 90 വന്നിട്ട് അത് 0 ആവും അല്ലേ. അപ്പോൾ ആ രണ്ട് സർഫസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതിലൂടെ എന്തില്ല? ഫ്ലക്സ് ഇല്ല. സോ നമുക്ക് ഇനി ഫ്ലക്സ് വരുന്നത് ഏതിലൂടെ മാത്രമാണ്? കർവ്ഡ് സർഫസിലൂടെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് സർഫസിലൂടെയുള്ള എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇത് മാത്രമേ വേണ്ടൂ. തേർഡ് സർഫസിലൂടെയുള്ള ഇ ഡോട്ട് ഡി എസ് മാത്രം എടുത്താൽ മതി അല്ലേ. അവിടെ ദിസ് ഈക്വൽ ടു എന്ത് വരും? 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ്ഡ് എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ചാർജിന്റെ ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെന്ന് എടുക്കാം. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ക്യൂ എൻക്ലോസ്ഡ് ബൈ യൂണിറ്റ് ലെങ്ത് അല്ലെ, എല്ലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ക്യൂ എൻക്ലോസ്ഡിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലാംഡ എൽ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി തേർഡ് സർഫസിലൂടെ ഇ ഡോട്ട് ഡി എസ് എന്ത് വരും? ഇലക്ട്രിക് വെക്ടർ ഇന്റൻസിറ്റി വെക്ടറും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഇത് ഇ ഡി എസ് കോസ് 0 എന്ന് വരും. (1/ε0 ടൈംസ് ലാംഡ എൽ) അല്ലെ. ഇനി ഇ ഡി എസ് കോസ് 0 ഇന്റഗ്രൽ ഇ ഡി എസ് is equal to 1/ε0 ടൈംസ് ലാംഡ എൽ. ഇനി ഇവിടെ ഡി എസ് എന്ന് പറയുമ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയുടെ കർവ്ഡ് സർഫസിന്റെ ഇന്റഗ്രൽ ഡി എസ് എന്ത് വരും? 2πr വരും അല്ലെ. സിലിണ്ടറിക്കൽ സർഫസ് ആണല്ലോ, സോ 2πr. സോ is equal to 1/ε0 ടൈംസ് ലാംഡ എൽ എന്ന് വന്നു അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്സിൽ ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ത് വരും? ലാംഡ ബൈ 2πε0 r എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു ഏരിയ വെക്ടർ ആയിട്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതുമ്പോൾ ലാംഡ ബൈ 2πε0 r n cap. where n cap is the unit vector along the direction of electric field. Okay, അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഗോസസ് ലോ വെച്ചിട്ട് the total flux through a closed surface is equal to 1/ε0 times the charge enclosed by the surface. അപ്പം ഇവിടെ ഇൻഫിനിറ്റി ലോങ് വയറാണ് വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ അല്ലേ. ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ലെങ്ത് അതാണ്. അപ്പം എന്ത് വരും? 3 സർഫസിലൂടെ നോക്കുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസിലൂടെയുള്ള ഫ്ലക്സ് 0 ആണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയതുകൊണ്ട്. അപ്പം അത് പോയി. ഇപ്പോൾ തേർഡ് സർഫസിന് മാത്രമേ ഫ്ലക്സിന്റെ കോൺട്രിബ്യൂഷൻ വരുള്ളൂ. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും പാരലൽ ആയതുകൊണ്ട് തന്നെ അത് ഡി എസ് കോസ് 0 എന്ന് വരും. സോ ഈ ഇന്റഗ്രൽ ഡി എസ് ചെയ്യുമ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ സർഫസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയാണ് വരിക. ഇന്റഗ്രൽ ഡി എസ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇ ഇൻറ്റു 2πr വരും. 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ് എന്ന് പറഞ്ഞാൽ ലാംഡ എൽ. സോ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r. ഓക്കെ,
ദെൻ അതിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇതാണ് പാർട്ട് ബിയുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 22. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയഗ്രം, പിന്നെ ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ചാർജ് ക്യാരിങ് ആയിട്ടുള്ള ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് Ohm's law and part B, derive Wheatstone's network principle. Okay, അപ്പോൾ Ohm's law എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? The current flowing through a substance or conductor is proportional to the potential difference across the ends of the conductor. അല്ലേ? അപ്പം V is proportional to I or V is equal to IR. പിന്നെ R എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? റെസിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് പോകും. ഇത്ര എഴുതി കഴിഞ്ഞാൽ Ohm's law ഇവിടെ കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ആദ്യം Ohm's law എഴുതാം. Okay, mathematically express ചെയ്യാമെന്നുണ്ടെങ്കിൽ I proportional to V or V proportional to I. അടുത്ത സ്റ്റെപ്പിൽ V is equal to IR. ഇവിടെ R എന്താണ്? റെസിസ്റ്റൻസ്. And unit of resistance ohm. ഇത്രയായി കഴിഞ്ഞാൽ പാർട്ട് എ കംപ്ലീറ്റഡ്. ഇനി പാർട്ട് ബി, ഡിറൈവ് വീറ്റ്സ്റ്റൺസ് നെറ്റ്വർക്ക് പ്രിൻസിപ്പിൾ. ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് കണ്ടീഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? അതിൻ്റെ സ്ട്രക്ചർ ഡയഗ്രാം വേണം. ഓക്കെ, ഫോർ റെസിസ്റ്റൻസ് ഉള്ളൊരു നെറ്റ്വർക്കാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് നെറ്റ്വർക്ക്. ഡയഗ്രാം നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. R1, R2, R3, R4. Then galvanometer. ഓക്കെ, ഞാൻ കറണ്ട് കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗ്രാം കംപ്ലീറ്റ്. I2, then I3, then I4 here. Okay, then ഇപ്പോൾ ഇത്രയാണ് എൻ്റെ ഡയഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് കണ്ടീഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ബാലൻസ്ഡ് കണ്ടീഷനിൽ
IG 0 ആയിരിക്കും, ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മളിത് ഡിറൈവ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഡിറൈവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂളും കിർച്ചോഫ്സ് ലൂപ്പ് റൂളും അല്ലെ? ഈ രണ്ട് റൂളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ വൃത്തിയായിട്ട് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, സോ ബാലൻസ് കണ്ടീഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. So when Wheatstone's bridges or Wheatstone's network is balanced, IG is equal to 0. Then first step, നമ്മൾ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ജംഗ്ഷൻ ബിക്കും ജംഗ്ഷൻ ഡിക്കും കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്യാം. സോ കിർച്ചോഫ്സ് junction rule. To B and D. B, D junctionsന് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടും. I1 is equal to I3 and I2 is equal to I4. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. ക്ലോസ്ഡ് ലൂപ്പ് ADBA and closed loop CBDC. Okay, closed loop ABDA and closed loop BCBDB. ഈ രണ്ട് ലൂപ്സിനും ക്ലോസ്ഡ് ലൂപ്സിനും ഇനി ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷനും കിട്ടും. അപ്പോൾ ലൂപ്പ് റൂൾ ടു closed loops ABDA and CBDC gives എന്ത് തരും? ABDAക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് I1 by I2 is equal to R2 by R1 എന്നും, പിന്നെ CBDCക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് I1 by I2 is equal to R4 by R3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫ്രം 1 and 2, ഫ്രം കണ്ടീഷൻസ് 1 and 2 നമുക്ക് എന്തെഴുതാം? ഫ്രം 1 and 2 ഫ്രം 1 and 2 എന്ത് വരും? R2 by R1 is equal to R4 by R3 അല്ലേ? ഇതാണ് എന്ത്? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ നെറ്റ്വർക്ക്, വീറ്റ്സ്റ്റൺസ് നെറ്റ്വർക്കിന്റെ ബാലൻസ് കണ്ടീഷൻ. Balance condition for Wheatstone's network to give zero deflection in the galvanometer. R2 by R1 is equal to R4 by R3. അല്ലെങ്കിൽ R1 by R2 is equal to R3 by R4 എന്നുള്ളതാണ് Wheatstone's network principle. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 23 വരുന്നത് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, ദെൻ ഡിറൈവ് വീറ്റ്സ്റ്റൺസ് നെറ്റ്വർക്ക് പ്രിൻസിപ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24, സ്റ്റേറ്റ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ
പാർട്ട് ബി എക്സ്പ്ലെയിൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത്രയാണ്. അപ്പോൾ സ്നെൽസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് രണ്ട് പാർട്ടാണുള്ളത് സ്നെൽസ് ലോയ്ക്ക്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ റിഫ്രാക്റ്റഡ് റേ ഇൻ ദ നോർമൽ ടു ദ ഇന്റർഫേസ് അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ എന്നുള്ളത്. ഓക്കെ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് രണ്ടുമാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എയില് ഫസ്റ്റ് ലോ സ്നെൽസ് ലോയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് angle of incidence അല്ല, ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, and the normal to the interface. At the point of incidence. All lie in the same plane. Okay. Second one പറയുമ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇന്റർഫേസ്, ദെൻ ഒരു ഇൻസിഡന്റ് റേ. ഓക്കെ. ഇപ്പം ഇവിടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നോർമൽ വരച്ചു. സോ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. ദെൻ റിഫ്രാക്റ്റഡ് ആംഗിൾ ലൈൻ. ഓക്കെ. എത്രയാണ്? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മീഡിയം 1, ഇത് മീഡിയം 2. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതാണ് സെക്കൻഡ് ലോ. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ is equal to refractive index of second medium with respect to first medium. Okay. Sin I by sin R is equal to refractive index of second medium with respect to first medium. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്നെൽസ് ലോ. ഓക്കെ. അപ്പോൾ ഇത്രയായാൽ പാർട്ട് എ കഴിഞ്ഞു. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം. ഞാനത് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് വിത്ത് ഫിഗർ. ഓക്കെ. ഇനി പാർട്ട് ബി. പാർട്ട് ബിയില് ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ഇവിടെ നമുക്ക് റിഫ്രാക്ഷൻ തന്നെയാണ് നോക്കേണ്ടത് ആദ്യം. അപ്പം ഇവിടെ ഒരു ഇന്റർഫേസ്, ഇവിടെ മീഡിയം 1, ദെൻ ഇത് മീഡിയം 2. ഇൻ ഇന്റർഫേസ് സെപ്പറേറ്റിംഗ് മീഡിയം 1 ആൻഡ് മീഡിയം 2. ഓക്കെ. സോ ഇൻസിഡന്റ് റേ നോർമൽ വരയ്ക്കുന്നു. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മീഡിയം 1 ഡെൻസറും മീഡിയം 2 റയറർ മീഡിയം ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്നും അകന്നു പോകും അല്ലേ? റിഫ്രാക്റ്റഡ് വിൽ ബി ഫാർ അവേ ഫ്രം ദി നോർമൽ. ഫ്രം ഡെൻസർ ടു റയർ ആണെങ്കിൽ ഇൻസിഡന്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്ന ഫ്രം ഡെൻസർ ടു റയർ ആണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ അതങ്ങനെ കൂടി വന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? there is no refracted ray or the refracted ray just grazes through the surface. അല്ലേ? ഈ റിഫ്രാക്റ്റഡ് റേയുടെ സ്ഥാനം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വന്ന്
ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഞാനത് IC എന്ന് എടുക്കാം. ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെയായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. ഓക്കെ, സോ ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി വരുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സോ വെൻ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കറസ്പോണ്ടിങ് ടു an angle of refraction of 90 degree, അതാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വേണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. വെൻ light ray travels from denser medium to rarer medium, the angle of incidence corresponding to an angle of refraction of 90 degree. Is called critical angle. ഓക്കെ, ഇതാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ഡെൻസറിൽ നിന്നും റേറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആംഗിൾ, അതാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ പാർട്ട് ബിയിൽ തന്നെ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ അടുത്ത് നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ മീഡിയം 1 നമ്മൾ ഡെൻസർ ആയിട്ട് എടുക്കുമ്പോൾ മീഡിയം 2 റയറും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻസിഡന്റ് റേ വരച്ചു, then നോർമൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് ഇൻസിഡന്റ് ആംഗിൾ. ഈ ഇൻസിഡന്റ് ആംഗിള് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആവുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ എവിടെയായിരിക്കും? ഇന്റർഫേസിലൂടെ ആയിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടിയാലോ എന്ത് സംഭവിക്കും? അപ്പൊ ഇപ്പോഴേ 90 ഡിഗ്രി ആയി, അപ്പൊ ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There is no refracted ray. The ray will be completely reflected back to the same denser medium. Okay, അപ്പൊ I greater than IC ആവുന്ന സമയത്ത് there is no refracted ray, then the ray completely reflected back to the same medium. ഇങ്ങനെയാണ് വരുന്നത്. ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഡെഫിനേഷനും കൂടെ എഴുതാം. When light ray travels from
denser medium to rarer medium. If angle of incidence is greater than critical angle, the incident ray is totally reflected back to the same denser medium, and there will be no refracted ray. എഴുതി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ടോട്ടലിൻ്റെയാണ് റിഫ്ലക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് 25 സെക്ഷൻ 4-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ കൊഹറൻറ്റ് സോഴ്സസ്? Then part B, Young's double slit experiment. Interference pattern is observed at 5 cm from the slits with a fringe width of 1 mm. Calculate the separation between the slits. എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ കൊഹറൻറ്റ് സോഴ്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഒരു എക്സാമ്പിളും കഴിയുമെങ്കിൽ അത് എക്സാമ്പിൾ 1 മാർക്കിനായതുകൊണ്ട് എക്സാമ്പിൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ അത് പ്രോബ്ലം ആണ്. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ പ്രോബ്ലം. ഓക്കെ, സോ first of all, A, 2 or more എന്താണ് കൊഹറൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ്? ഏതെങ്കിലും 2 സോഴ്സസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ 2 അതിലധികം സോഴ്സസ് ഓഫ് ലൈറ്റ് കൊഹറൻ്റ് ആണ് നമുക്ക് ഇപ്പോൾ പറയാം. ഇഫ് ദേ ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത് ആൻഡ് സെയിം ഫേസ് ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്, ഈ 3 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരെന്താണ്? കൊഹറൻ്റ് ആണ്. സോ 2 or more sources of light are said to be coherent if they have, first condition, same amplitude, second, same wavelength, third, same phase or constant phase difference. എഴുതിയാൽ തന്നെ ഫുൾ മാർക്കും കിട്ടും. ഈ എക്സാമ്പിൾ വേണമെങ്കിൽ ലൈറ്റ് എമിറ്റഡ് ബൈ ലേസർ. ഓക്കെ, സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രോബ്ലം ആണ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല നമുക്ക് അറിയാം, d λ/d അല്ലെ. അതിൽ ഫ്രിഞ്ച് വിഡ്ത്ത് തന്നിട്ടുണ്ട് 1 mm. Then interference pattern is observed at 5 cm from the slits. അപ്പോൾ capital D തന്നിട്ടുണ്ട്. Then
ലാംഡ തന്നിട്ടുണ്ട് 5000 ആങ്സ്ട്രോം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. പാർട്ട് ബി. ഇതറിയാം, ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി ആണ് അല്ലേ. ലാംഡ തന്നിരിക്കുന്നത് ആങ്സ്ട്രത്തിലാണ് ലാംഡ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണം. ആങ്സ്ട്രത്തിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 5000 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ഇനി ഫ്രിഞ്ച് എടുത്ത് തന്നിട്ടുണ്ട് ബീറ്റ 1 മില്ലിമീറ്റർ. എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 10⁻³ മീറ്റർ. ദെൻ ക്യാപിറ്റൽ ഡി 5 സെൻറ്റിമീറ്റർ. എല്ലാം ഡിഫറെൻറ്റ് യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. ഒന്ന് ആങ്സ്ട്രത്തിൽ, ഒന്ന് മില്ലിമീറ്ററിൽ, വേറൊന്ന് സെൻറ്റിമീറ്ററിൽ. അപ്പോൾ എല്ലാം നമുക്ക് മീറ്ററിലോട്ട് മാറ്റിയേ പറ്റുള്ളൂ. 5 സെൻറ്റിമീറ്റർ ദാറ്റ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻² മീറ്റർ. കൺവേർഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്മോൾ ഡി, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡി ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ബീറ്റ. സോ ലാംഡ 5000 into 10⁻⁻10 into capital D 5 into 10⁻⁻2 divided by beta 1 into 10⁻⁻3. 5 into 5 25 വരും. -10⁻12 -12 10⁻3 അപ്പോൾ 10⁻⁻9 വരും. പിന്നെ 5000 10⁻⁻6 25 ഇൻറ്റു 10⁻⁻6 മീറ്റർ ആൻസർ വരും അല്ലേ. അപ്പോൾ നമുക്കതിനെ മില്ലിമീറ്ററിൽ എഴുതാം. ഫ്രഞ്ച് വിഡ്ത്താണല്ലോ 0. മില്ലിമീറ്ററിലോട്ട് മാറ്റുന്ന സമയത്ത് 0.025 ഇൻറ്റു 10⁻⁻3 മീറ്റർ that equal to 0.025 millimeter. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25 പാർട്ട് ബി. അതും കഴിഞ്ഞു. സോ അതോടെ നമ്മുടെ സെക്ഷൻ 4 ഇവിടെ അവസാനിക്കുകയാണ്. സെക്ഷൻ 4 നമ്മുടെ വീഡിയോയുടെ പാർട്ട് 3. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 5 കൂടിയുണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് പാർട്ട് 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു.